പിന്നെ അയാൾ എന്നോട് പറഞ്ഞു, ആ ക്രിസ്ത്യാനിയായ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളെൻ്റെ മാനം കെടുത്തരുത്, ആളുകൾ മുഴുവനും പിന്നെ കാത്തിരിക്കാണ് പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട്, ഇവരെ പോലെ നിങ്ങളും കൂടി ചെയ്താലും ഞാൻ മാനം കിടും എന്ന് പറഞ്ഞു. ഞാനാകട്ടെ സത്യത്തിൽ കുടുങ്ങിയിട്ട് ഏറ്റതുമാണ്. കാരണം എന്തുകൊണ്ട്? അത് ആരോ പരിചയപ്പെടുത്തില്ല, അത് കാസിമിക്ക് പറയാൻ കഴിയും. കാട്ടിൽ മരം സംരക്ഷിക്കണമെന്ന് കാസിമിയോട് പറഞ്ഞാൽ അയാൾക്ക് പറയാൻ കഴിയുന്ന ആരോ പറഞ്ഞതാ. പിന്നെ ഞാൻ കൂടി അതിനങ്ങോട്ട് പിൻവാങ്ങിയാൽ എനിക്ക് ഒന്നുൻ്റെ മസലൊക്കെ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ നാണം കിടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഏറ്റത്. അതിൻ്റെ തലേ ദിവസം ഞാൻ വനം ഖുർആൻ എന്ന വിഷയത്തിലൊന്ന് നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, എനിക്ക് തോന്നി അത് തന്നെ ഈ ഖുർആനിലുള്ളൂ. ഏതായാലും അന്ന് ഞാൻ ഓരോരുത്തർക്കും നിശ്ചയിച്ചത് 20 മിനിറ്റോ അതോ അരമണിക്കൂറോ എന്തോ ആണ്. ഞാൻ 1 മണിക്കൂർ പ്രസംഗിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു നിർത്തരുത് എന്ന് പറഞ്ഞു. 2-2.5 മണിക്കൂർ നേരം അന്ന് പരിസ്ഥിതി എന്ന വിഷയത്തിൽ നിലമ്പൂർ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ DFOക്ക് വേണ്ടി കാട്ടിലെ മരം സംരക്ഷിക്കണമെന്നത് വിഷയത്തിൽ ഖുർആനിക അധ്യാപനങ്ങൾ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് കഴിഞ്ഞതിൻ്റെ തലേ കൊല്ലമോ മറ്റോ നമ്മൾ പരിസ്ഥിതി ഒരു ഖുർആനിക വിചാരം എന്ന വിഷയം ഇവിടെ പറഞ്ഞത്, അതിൻ്റെ ബാക്കിയാണ്. എന്നിട്ടും വിഷയം തീർന്നില്ല. ഇങ്ങനെയാ വിശുദ്ധ ഖുർആൻ മഴ എന്ന വിഷയത്തിൽ ഒരു 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 തീസീസ് ഒരു ഉപന്യാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഖുർആൻ പരിധി നോക്കി. അതൊരു വിഷയത്തിലും 2 ദിവസവും തീരൂല്ല. എന്തൊരു ഗഹനാണ് അവിടെയൊക്കെ ഖുർആൻ. അതുകൊണ്ട് ഈ വിവരം മുഴുവനും സ്പെയിനിലുണ്ടായിരുന്നു. സ്പെയിനിൽ നിന്ന് അനവധി ജാമിയകൾ ഉണ്ടായിരുന്നു. സ്പെയിന്, ബുഖാറ, സമർക്കണ്ട്, ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു. ആ യൂണിവേഴ്സിറ്റികളുടെ ചാരത്ത് നിന്നവരാണ് ലായക്കാദൂന യഫ്ഖഹൂന ഖൗല. ഒരു കാലത്ത് വിവരത്തോട് അടുക്കുക പോലും ചെയ്യാത്ത ജനതയ്ക്ക് പിന്നീട് വിവരത്തിൻ്റെ ഉന്നത വജസ്സുകൾ അല്ലാഹു അങ്ങോട്ട് നൽകി. പക്ഷേ അത് അവർക്ക് കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു? അസിലേക്കല്ലേ മടങ്ങുള്ളൂ. ആദ്യത്തെ മഴത്തുള്ളി മുത്തുച്ചിപ്പിക്ക് കിട്ടിയാൽ അത് സമുദ്രാന്തർഭാഗത്ത് പോയി തപസ് ചെയ്ത് അത് അനർഘമായി മുത്താക്കി മാറ്റുമത്രേ. എന്നാൽ ആദ്യത്തെ മഴത്തുള്ളിയെ കരിമൂർഖനും സ്വീകരിക്കും. അതിൻ്റെ തപസ്സാണ് പിന്നീട് ഏറ്റവും വലിയ വിഷം. രണ്ടും സാധനം ഒന്നാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? സത്യത്തിൽ രണ്ടും സാധനം ഒരു മഴത്തുള്ളിയാ. ആ മഴത്തുള്ളിയാണ് എൻ്റെ. ആ മഴത്തുള്ളിയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടിനെയും പടച്ചത്. ആ പുതുമഴ പെയ്യുമ്പോൾ ജലോപരിതത്തിൽ ഇങ്ങനെ മുത്തുച്ചിപ്പി അതിൻ്റെ ചിപ്പിയും തുറന്ന് കാത്തു നിൽക്കും എന്നാണ്. ഒരു മഴത്തുള്ളി കിട്ടിയാൽ അങ്ങോട്ട് പോയിട്ടത് താഴെ ഇരുന്ന് തപസ് ചെയ്യും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സൂറത്തുർ റഹ്മാനിൽ പറയുന്നുണ്ടല്ലോ, ലുഅ്ലുവിനെയും മർജാനിനെയും വർണ്ണിച്ചുകൊണ്ട് മനോഹരമായ യഖ്റുജു മിൻഹുമൽ ലുഅ്ലു വൽ മർജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. മഴത്തുള്ളി മുത്തുച്ചിപ്പിക്ക് കിട്ടിയപ്പോൾ അത് സമുദ്രാന്തർഭാഗത്ത് പോയി തപസ് ചെയ്ത് അത് എന്തായി മാറും? അനർഘമായ മുത്തായി മാറും. എന്നാലോ ആദ്യത്തെ മഴത്തുള്ളിയെ ആരും സ്വീകരിക്കും? കരിമൂർഖൻ. അതിൻ്റെ വിഷസഞ്ചിയിലേക്ക് ചെന്നാൽ അതിൻ്റെ തപസ് കൊണ്ട് പിന്നത് ഉഗ്രമായ വിഷമായി മാറും. സാധനം രണ്ടും ഒന്നാണ് എന്നതുപോലെ അറബികൾക്ക് ലഭിച്ചപ്പോൾ അവര് അറബികൾക്ക് ലഭിച്ചപ്പോൾ ലോകമടങ്കം ഇസ്ലാമിയത്തിന് വേണ്ടി അവർ എന്നാക്കി. എന്നാലോ ഈ വിജ്ഞാനത്തിന്റെ പുത്തൻശീലികൾ റഷ്യക്കാർക്കും ജർമ്മനിക്കാർക്കും യോജികൾക്ക് ലഭിച്ചപ്പോഴോ നിങ്ങൾ ചിന്തിക്കേ. ബഹുമാനപ്പെട്ട മമർത്ത തങ്ങൾ പാപ്പ പറയുന്നുണ്ട്, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് ആധിപത്യം അവസാനിക്കുമെങ്കിലും അവിടെ ദഹരിവാദം ഉടലെടുക്കും. ദഹരിവാദം എന്നാൽ പ്രകൃതിവാദം, നിരീശ്വരവാദം. വളരെ സത്യമല്ലേ അത്? ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ അധികരിച്ചതാണ് എന്ത്? പ്രകൃതിവാദം.
വളരെ ചിന്തിക്ക്, വളരെ ചിന്തിക്ക്. ബദർത്തിഹാലിൽ ഇംഗ്ലീസിൽ വാലി യസ്ദാദു ദഹരിയൂന ഫിൽലിലാലി. റഷ്യക്കാരെന്ത് ചെയ്യും? റഷ്യക്കാരും ജർമ്മനിക്കാരും ബ്രിട്ടീഷുകാരും ഒക്കെ ലോകത്തെ കോളനികൾ സ്ഥാപിച്ചിരുന്നു. ഫ്രഞ്ച് കോളനി, അതേപോലെ പോർച്ചുഗീസ് കോളനി, ബ്രിട്ടീഷ് കോളനി. ഇവരൊക്കെ പിന്നീട് കോളനികൾ ഉപേക്ഷിച്ച് പോയെങ്കിലും അവരുണ്ടാക്കിയ ആ യജൂജ് മൗജൂജിയൻ സംസ്കാരം ബാക്കിയായി. അതാണ് ഇന്ന് നമ്മുടെ നാടിൽ നിലനിൽക്കുന്ന ദൈവനിഷേധം. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ് ഈ പ്രദേശങ്ങളിലെ കോളനികളാണ് ഏഷ്യൻ രാജ്യങ്ങൾ ഒരു കാലത്ത്. അന്ന് ഏഷ്യൻ രാജ്യങ്ങളിൽ, അതിനു മുമ്പ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിരീശ്വരവാദമില്ല. എന്നാൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് നിരീശ്വരവാദം കൊണ്ടുവന്നത് അവരാ. യസ്ദാദു ദഹരിയൂന ഫിൽലിലാലി വബഅലുഹും യകൂനു ഫീ തഹ്സീലി ഖാനൂനി ഹുക്കാമിദ് ദൂനൽ മഅഖൂലി. ജനങ്ങൾക്ക് ഡിഗ്രി കിട്ടുക നിരീശ്വരവാദം പഠിക്കുമ്പോഴായിരിക്കും. നിരീശ്വരവാദത്തിൽ ഉന്നതമായ ഡിഗ്രികൾ, തഹസീൽ. മനസ്സിലായില്ല നിങ്ങൾക്ക്? وبعضهم يكون في تحصيل قانون حكام دون المعقول. നിസ്സാരമായ ചില ഭൗതിക രാഷ്ട്രീയ ശീലങ്ങളെയും അതേപോലെ നിരീശ്വരവാദങ്ങളെയും പഠിച്ചിട്ട് മനുഷ്യൻ ഉന്നത ഡിഗ്രികൾ വാങ്ങും. നിരീശ്വരവാദം പഠിച്ചിട്ടാകും ഡിഗ്രി കിട്ടുക. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇവിടെ നടക്കും. ആര് പറഞ്ഞു? ഖുത്ബുസ്സമാൻ മമ്പർത്ത സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്, എല്ലാരും അതിന്റെ പിന്നാലെ കൂടും. ഖാനൂനി ഹുക്കാമിദ് ദൂനൽ മഅഖൂലി. ഭരണാധികാരികളുടെ നിയമം, ഭരണാധികാരികൾ തന്നെ നിരീശ്വരവാദികളായാലോ? നിരീശ്വര പ്രേരക നിയമം. അങ്ങനെയാണ് ഭരണാധികാരികൾ നിരീശ്വരവാദിയായാലോ? അപ്പോൾ പിന്നെ നിരീശ്വരവാദത്തിന് കൂട്ടുനിൽക്കുക എന്നത് മതം പഠിച്ചവരുടെ പോലും താല്പര്യമായി മാറും. അങ്ങനെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം അവരെ ആ ഖാനൂനെ നിങ്ങൾ ചിന്തിക്കേ. ഞാൻ ഒന്നിനും വേണ്ടിയല്ലേ, ഞാൻ ചിന്തിക്കണം. وبعضهم يكون في تحصيل قانون حكام دون المعقول. നിസ്സാരമായ രാഷ്ട്രീയ ചിന്തകളെയും അതുപോലെയുള്ള നിരീശ്വരവാദങ്ങളെയും ഒത്തുനിൽക്കുകയും പഠിക്കുകയും അതിൽ തഹസീൽ വാങ്ങുകയും ചെയ്യും. നിരീശ്വരവാദത്തിനും അതിനെ പഠിപ്പിക്കാനും അതിന് ആളാകാനും അതിന് കൂട്ടു നിൽക്കാനും തഹസീൽ. ഞാൻ തഹസീലിന് ഇങ്ങോട്ടും അർത്ഥം വെക്കാം, തിരിച്ചു അർത്ഥം വെക്കാം. ചിലപ്പോൾ ചില തഹസീലുകൾ അതിന് ആക്കം കൂട്ടൻ രൂപത്തിൽ അങ്ങനെയും ആകാം. ഏതായാലും തഹസീൽ എന്നാ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും ഞാൻ ഒന്നുമല്ലേ, ഞാൻ എൻ്റെ മനസ്സിനെ എങ്ങനെ ഒന്ന് വിട്ടുകൊടുക്കുക, ചിന്തിക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട്? ആരെ കൂടെ നിന്നോ അവരെ സ്വഭാവം ഉണ്ടാകും. അനിൽ മർഇലാതസൽ വസലൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദി. ഒരാളെ പറ്റി അറിയണമെങ്കിൽ അയാൾ ഇപ്പോൾ ആരുടെ കൂട്ടത്തിലാണ് എന്നറിഞ്ഞാൽ മതിയാകും. ഒരാളുടെ മാനസിക നിലവാരം അറിയണമെങ്കിൽ അയാൾ ആരുടെ കൂട്ടത്തിലാണ് എന്നറിഞ്ഞാൽ മതിയാകും. അങ്ങനെയാണ്. അനിൽ മർഇലാതസൽ വസലൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദി. ഇതാണ് പറഞ്ഞ വാക്ക്. ഇതിലൊക്കെ വലിയ പാടുണ്ട്. ഭരണാധികാരികൾ പണ്ഡിതന്മാർക്ക് വരെ ആവശ്യമാകും. ഭരണാധികാരികൾ നിരീശ്വരവാദികളായ ആ നിരീശ്വരവാദികൾക്ക് ഒപ്പിക്കേണ്ടിയും വരും. ഉലമാ ദുനിയയുണ്ടാകും. ഖൈറുൽ ഉലമാ ഉമറായി മൻ യസൂറുൽ ഉലമാ വശറുൽ ഉലമായി മൻ യസൂറുൽ ഉമറാ. ഭരണാധികാരികളെ സന്ദർശിക്കാൻ